ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട 8 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഹോട്ടൽ റൂമിലൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കേണ്ടി വരുന്നത്. റിയലി സോറി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ആപ്പിൻ്റെ പേരാണ് ലോക്കൽ സെൻഡ്. ഈ ലോക്കൽ സെൻഡ് എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾ ആൻഡ്രോയിഡും, ഇപ്പം ഞാൻ എൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ആൻഡ്രോയിഡ് ഫോണും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഐഫോണും ഉണ്ട്. ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് വലിയ ഫയലുകൾ ഐഫോണിലേക്കും ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കും അയക്കുക എന്ന് പറയുന്ന ഒരു തൊല്ല കേസാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ലോക്കൽ സെൻഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം രണ്ട് ഫോണും സെയിം വൈഫൈയിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഐഫോണിൻ്റെ അകത്തും ലോക്കൽ സെൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ആപ്പ് ഓപ്പൺ ആയി കഴിയുന്ന സമയത്ത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. റിസീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അതേപോലെ സെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. നമുക്കിപ്പോൾ അയക്കാനാണുള്ളതെന്നുണ്ടെങ്കിൽ ഐഫോണിൽ നിന്നാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ ഐഫോണിൻ്റെ അകത്ത് സെൻഡ് ഓപ്ഷൻ എടുക്കുക, ആൻഡ്രോയിഡിൻ്റെ അകത്ത് റിസീവ് ഓപ്ഷൻ എടുക്കുക. അതല്ല ആൻഡ്രോയിഡിൽ നിന്നാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൽ സെൻഡ് ഓപ്ഷൻ എടുക്കുക, ഐഫോണിൽ റിസീവ് ഓപ്ഷൻ എടുക്കുക. സിമ്പിൾ ഡേ. സെൻഡ് ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്കൊരു സെലക്ഷൻ ഓപ്ഷൻ വരും. അവിടെ നിന്ന് ഫയലാണോ, മീഡിയ ആണോ, ടെക്സ്റ്റ് ആണോ, ഫോൾഡർ ആണോ, ആപ്പ് ആണോ, എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുക്കുന്ന സമയത്ത് സെയിം വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഫോണിൻ്റെ അകത്ത് അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന ഫോണിൻ്റെ അകത്തേക്ക് റിസീവ് ഓപ്ഷനിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് അക്സെപ്റ്റ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. ആഡ് ഇല്ല, വേറെ പരിപാടികളില്ല, ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. നോക്കിയാൽ ഇത്രയേ ഉള്ളൂ, ഭയങ്കര ക്ലീൻ ഇൻ്റർഫേസ്. ട്രസ്റ്റ് മീ, വർത്താണ്. രണ്ടാമത്തെ ആപ്പ് എല്ലാവർക്കും ലൈഫിൽ ഒരു പോയിന്റിലെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ കാര്യം നോക്കിയാൽ ഞാനൊരു പ്രൗഡ് എയർടെൽ യൂസറാണ്. അപ്പോൾ ചില സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും മുക്കുമൂലയിലൊക്കെ പോയി ഇരിക്കുന്ന സമയത്ത് ഈ 5G കിട്ടൂല, 4G മാത്രമേ കിട്ടുള്ളൂ. ചില സമയത്ത് 2G ഒക്കെ കിട്ടും. സൂപ്പർ. അപ്പം ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ 5G ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം സിമ്പിളാണ്. ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ ഒരു 3 ഓപ്ഷൻ ഉണ്ടാവും. സെറ്റ് 5G ഓൺലി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ആ സെറ്റ് 5G ഓൺലി വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നിങ്ങളുടെ 4G എന്ന് പറയുന്ന ആ ഒരു നെറ്റ്വർക്കിൽ നിന്ന് ഫോഴ്സ് ചെയ്ത് 5Gയിലേക്ക് നമ്മളെ സിമ്മിനെ കൊണ്ട് നെറ്റ്വർക്ക് സ്വിച്ച് ചെയ്യിപ്പിക്കും. നോട്ട് ദ പോയിന്റ്. നമ്മളിത് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാറ്ററി കുറച്ച് സ്ട്രഗിൾ ചെയ്യും. ഇത് ആക്ച്വലി 4G ആവുന്ന സമയത്ത് 5Gയിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. 3Gയോ 2Gയോ ഒക്കെ ചില സമയത്ത് ആവൂലേ, അതിൽ നിന്ന് 5Gയിലേക്ക് സ്വിച്ച് ചെയ്യാൻ മാത്രം ഈ സാധനം ഉപയോഗിക്കാം. ഓക്കെ. അടുത്ത ആപ്പ് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സൽ മെസ്സേജർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ മെസ്സേജിങ് ആപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇതിനെ നമുക്ക് പറയാം. എന്താ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഇമെയിൽ ID കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിൻ്റെ അകത്ത് തന്നെ എല്ലാ ചാറ്റും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗൂഗിൾ ചാറ്റ്, മെസ്സഞ്ചർ, SMS, സിഗ്നൽ, ടെലിഗ്രാം, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, എക്സ്, അതുപോലെ തന്നെ ഡിസ്കോഡ്, സ്ലാക്ക്. ഇത് മാത്രമല്ല, ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊന്നും അറിയാത്ത ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ ആപ്പ് എടുത്താൽ മതി. നമ്മളെല്ലാവരും ചെയ്യാറില്ലേ, ചില സമയത്ത് വാട്സപ്പ് എവിടെയുടെ, അയ്യോ ഇൻസ്റ്റഗ്രാം എവിടെയുടെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ബീപ്പർ എന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ആക്കുക. അതിൻ്റെ അകത്തുനിന്ന് ഓരോ ആപ്പിലേക്ക് അല്ലെങ്കിൽ ഓരോ ചാറ്റ് ബോക്സിലേക്ക് നമുക്ക് ആക്സസ് കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ആപ്പാണ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആപ്പാണ്, ആൻഡ് സേവ് യുവർ ടൈം ഗൈസ്. അടുത്ത ആപ്പ് ഈ റീസെൻ്റ്ലി എനിക്ക് ഭയങ്കര ഉപകാരമായിട്ട് ഫീൽ ചെയ്തു. അതായത് ഹെഡ്വേ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വായിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ വായിക്കാത്തതും ബുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചാൽ ബുക്കിനെ നമുക്ക് 15 മിനിറ്റുള്ള സമ്മറി ആക്കി കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ മൊബൈൽ ട്രൈപോഡിന് ഒരു ചരിവ്, അത് ലാലേട്ട്. അപ്പോൾ ആ ചരിവ് മാറ്റാനായിട്ട് ഞാനൊരു ബുക്കിനെ കയറ്റി വെച്ചിട്ടുണ്ട്. ആ ബുക്ക് എന്ന് പറഞ്ഞാൽ 8 റൂൾസ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട്. ആ ബുക്കിനെ നമുക്ക് 15 മിനിറ്റുള്ള ഒരു സമ്മറി ആയിട്ട് കിട്ടും. 15 മിനിറ്റ് കൊണ്ട് ആ ബുക്ക് മൊത്തത്തിൽ വായിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പരിപാടി ഉള്ളതാണ്. ആൻഡ് ഇതിനകത്ത് കുറച്ച് ബുക്കുകൾ മാത്രമേ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ പർച്ചേസ് ചെയ്യണം. പൈസ ഉണ്ടെങ്കിൽ പൈസ ഉള്ള എന്തും ആവാമല്ലോ, നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അടുത്ത ആപ്പ് അറ്റ്ലസ് ഒബ്സ്കൂറ. അറ്റ്ലസ് ഒബ്സ്കൂറ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വേൾഡ് മാപ്പ് കിട്ടും. ഇപ്പോൾ നിങ്ങൾ എന്താണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ നെക്സ്റ്റ് വീക്ക് മലേഷ്യക്ക് പോവാണ്. അപ്പോൾ ഈ മലേഷ്യ പോകുന്ന സമയത്ത് എനിക്ക് മലേഷ്യയിൽ എന്തൊക്കെ അട്രാക്ഷനാണ് ഉള്ളത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ മാപ്പ് എടുത്തതിന് ശേഷം ആ സ്ഥലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാനുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ് ചെയ്യാതെ കാണേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കാണാൻ പറ്റും. നിങ്ങൾ എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ സോളോ വിസിറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണമെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അതൊക്കെ മാറിക്കിട്ടും. സിമ്പിൾ. അടുത്ത ആപ്പാണ് SMS ഓർഗനൈസർ. എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണെന്ന് അറിയാമോ? പേഴ്സണൽ SMS ഒന്നിൽ, ട്രാൻസാക്ഷൻ ഒന്നിൽ, പ്രൊമോഷൻസ് ഒന്നിൽ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് തരും. പരിപാടി അത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ പേഴ്സണലായിട്ട് ആർക്കെങ്കിലും അയക്കുന്ന SMS-കൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവരും, ട്രാൻസാക്ഷൻസ് വേറൊരു സ്ഥലത്ത് കൊണ്ടുവരും, പ്രൊമോഷൻസിൻ്റെ മൊത്തം വേറൊരു സ്ഥലത്ത്. നമ്മൾ എപ്പോഴും എടുത്ത് നോക്കാറ് നമ്മുടെ ട്രാൻസാക്ഷൻസ് ആയിരിക്കും, ലാസ്റ്റായിട്ട് എത്ര രൂപ നമ്മുടെ നിന്ന് പോയി എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദിസ് ആപ്പ് സേവ്സ് യു എ ലോട്ട് ഓഫ് ടൈം. ട്രസ്റ്റ് മീ, അത്രയ്ക്ക് നല്ലതാണ്, ഉപയോഗിച്ച് നോക്കുക. അടുത്ത ആപ്പ് ലൈഫ് ഹാക്സ്. ഇപ്പം ഞാനൊരു ലൈഫ് ഹാക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ,
ഒരു ലൈഫ് ഹാക്കാണ്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വൈനിൻ്റെ ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് അറിയാമോ? വൈൻ ബോട്ടിൽ എന്തുമാത്രം വെയിറ്റ് കൂടുമോ അതിനനുസരിച്ച് വൈനിൻ്റെ ക്വാളിറ്റിയും കൂടും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ താഴോട്ട് വീഴുന്നതായിട്ടൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? എവിടെന്നെങ്കിലും താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നതായിട്ട്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരൊക്കെ കളഞ്ഞിട്ട് പോയി ആൻഡ് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആയെന്നാണ് അർത്ഥം. നിങ്ങൾ പബ്ലിക് വൈഫൈസ് യൂസ് ചെയ്യാറില്ലേ? ശരിക്കും പറഞ്ഞാൽ വേറൊരാളുടെ വൈഫൈ നിങ്ങൾ അവരുടെ അനുവാദമില്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5 കൊല്ലം വരെ ജയിലിൽ കിടക്കാനുള്ള വകുപ്പുണ്ട്. അതറിയോ? അപ്പോൾ ഇതേപോലുള്ള ഫാക്റ്റുകൾ കിട്ടാനായിട്ട് ലൈഫ് ഹാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാറ്റഗറീസ് ഉണ്ട്. ആ കാറ്റഗറീസിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലൈഫ് ഹാക്സ് കിട്ടും. അതായത് നിങ്ങൾക്കിപ്പോൾ മണി റിലേറ്റഡ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാക്സ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാക്സ് കിട്ടും. ബട്ട് ഒരു ടിപ്പ് തരാം. ലൈഫ് ഹാക്കുകൾ അല്ലെങ്കിൽ ലൈഫ് ഹാക്സുകൾ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചാടിക്കറി വായിക്കരുത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം റിയാലിറ്റി ഓൾവേസ് ഹേർട്സ്. അപ്പോൾ നല്ലൊരു ആപ്പാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഫൈനലായിട്ടുള്ള നമ്മുടെ ആപ്പ് എന്താണെന്ന് അറിയാമോ? നോക്കട്ടെ, മോയെ ലോഞ്ചർ. മോയെ ഓക്കെ, ഈ ആപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾക്കൊരു ചെറിയൊരു ഓവർലേ മാത്രമേ കിട്ടുള്ളൂ. ഇതിനകത്ത് താഴെയായിട്ട് നമുക്ക് എന്താണോ സെർച്ച് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഒരു ആപ്പ് ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ സെർച്ച് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ഇവിടെ താഴെ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഹോം പേജിൽ ഏതെങ്കിലും ആപ്പിനെ പിൻ ചെയ്തിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് വരും. ആ സെറ്റിങ്സിൽ പിൻഡ് ആപ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 8 ആപ്പ് പിൻ ചെയ്ത് വെക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്പുകളായിരിക്കണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടുകൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ഓരോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നോട്ടുകൾ ആഡ് ചെയ്യാൻ പറ്റും. സോ ഫോൺ ഓപ്പൺ ആയി ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ട്സിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടു ഡു ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാം. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോക്കസ് മോഡ് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതൊരു AI എനേബിൾഡ് ചാറ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചാറ്റ് GPT പോലെയുള്ള ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ താഴെ ടൈപ്പ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് ഒരു നക്ഷത്രത്തിൻ്റെ സിമ്പലുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുള്ള ഹെൽപ്പും കിട്ടും. കംപ്ലീറ്റ്ലി ഒരു പ്രൊഡക്ടിവിറ്റി ലോഞ്ചറാണ്. നിങ്ങളുടെ ഫോൺ വെച്ച് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വഴി വഴച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആപ്പിൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ പലരും വന്ന് ചോദിക്കാറുണ്ട്, ആപ്പ് നിൻ്റെ അപ്പൂപ്പം കൊണ്ടുവന്ന് തരുമോ എന്ന്. ഈ ഇടയ്ക്ക് ഒരാൾ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചതാണ്, നീ ആപ്പ് പരിചയപ്പെടുത്തി, ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിൻ്റെ അപ്പൂപ്പം തരുമോ എന്ന്. അത് ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്നൊരു ഭാഗമുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. കമൻറ്റിലും കൂടി ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അപ്പൂപ്പൻ കൊണ്ട് തരൂല. അപ്പൂപ്പന് ചെറിയ അസുഖങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൂപ്പന് വയ്യ ഉണ്ടായിരുന്നേ കൊണ്ട് തന്നേനെ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.